നമുക്കിവിടെ ഒരു വികാരവും ആർക്കും ഉണരുന്നില്ല എന്നതാണ്. അന്ന് കണ്ടതിന്റെ 1000-1 പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുന്നില്ല. ഒരിക്കൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി, നമുക്കൊക്കെ അറിയാം, ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അന്ന് കേരളത്തിൽ വലിയ തോതിൽ വിശ്വാസത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി. ഇപ്പൊ സുപ്രീം കോടതി തന്നെ അവസാനം ഇപ്പോ തീരുമാനം എടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കാണ്. ഇല്ലയെന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിധി വല്ലവരും അതുണ്ടാക്കിയതിന്റെ 100-1 ഇമ്പാക്ട് ശബരിമലയിൽ നിന്ന് എത്ര പറയുക കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ജോലി എന്താ? പൊതുസമ്പത്തുകൾ സംരക്ഷിക്കുക എന്നുള്ള. ശബരിമല ഇപ്പോ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു ആസ്തിയാണത്, സർക്കാരിന്റെ ഡ്യൂട്ടിയാണ്. ഇത് ശബരിമലയുടെ ആയതുകൊണ്ടല്ല, എന്റെ സ്വത്ത് സംരക്ഷിക്കാനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏത് സർക്കാരാവട്ടെ. ആ വിഷയത്തിൽ ദയനീയമായി സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴും നമുക്കിവിടെ ഒരു വികാരവും ആർക്കും ഉണരുന്നില്ല എന്നതാണ്. അന്ന് കണ്ടതിന്റെ 1000-1 പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുന്നില്ല. പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടിയാണ്.